അവരുടെ വിശ്വാസം കണ്ട് അവൻ, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് അവിടെ അറിയാമായിരുന്നു. അവിടെ വന്നിരുന്നത് തളർച്ചവാദമിട്ട ഒരുത്തനാണ്, അവന് നടക്കാൻ മേല, 4 പേര് പൊക്കിക്കൊണ്ടുവന്നവനാണ്. പക്ഷേ ദൈവത്തിന്, യേശു ക്രിസ്തുവിന് അറിയാമായിരുന്നു അവൻ്റെ ശാരീരിക സൗഖ്യത്തിനേക്കാൾ കൂടുതൽ അവൻ്റെ ആത്മീയ സൗഖ്യമാണ് ആവശ്യമെന്ന്. ഇന്ന് റിട്രീറ്റുകൾക്കും ഇന്ന് പല കൺവെൻഷനുകൾക്കും ആൾക്കാർ പോകുന്നത് എന്തിനാണ്? കുറച്ച് സൗഖ്യം കിട്ടുവാൻ വേണ്ടി, കള്ളുകുടിയിൽ നിന്ന് മോചനം കിട്ടുവാൻ വേണ്ടി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് ഒരു മോചനം കിട്ടുവാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, സഹോദര സഹോദരി, ഞാൻ പറയുന്നത്, നിങ്ങളുടെ ആത്മാവിന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടും. ബിക്കോസ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാനും അത് സമൃദ്ധമായി തരുവാൻ വേണ്ടിയാണ്. എൻ്റെ യേശു എൻ്റെ ആത്മാവിനെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് എൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാം എൻ്റെ ദൈവം എനിക്ക് തരുമെന്ന്. How many of you believe that? Hallelujah. Today we need, that is the most important thing. താൽക്കാലികമായ ലൗകികമായ ചില സാധനങ്ങൾ കിട്ടുവാൻ, അല്ലെങ്കിൽ ചില ഉപകാരങ്ങൾ കിട്ടുവാനാണ് ഇന്ന് എല്ലാ റിട്രീറ്റ് കേന്ദ്രങ്ങളിലും ആൾക്കാർ പോകുന്നത്. യേശുവിനെ കണ്ടുമുട്ടുവാനും യേശുവിന് ജീവൻ കൊടുക്കുവാൻ വേണ്ടിയല്ല അവിടെ പോകുന്നത്, താൽക്കാലികമായ എന്തെങ്കിലും കിട്ടുവാൻ. സഹോദര സഹോദരി, യേശു ക്രിസ്തു ലാസറസിനെ ആ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ലാസറസ് പിന്നെ മരിച്ചു. നിങ്ങൾക്ക് കിട്ടുന്ന ലൗകികമായ സൗഖ്യം, ലൗകികമായ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നുള്ള വിടുതൽ എല്ലാം അവസാനിക്കും ഒരു ദിവസം. പക്ഷെ നിങ്ങൾക്ക് ആത്മാവിന് ജീവനുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് ശാശ്വതമായ ഒരു അനുഗ്രഹമാണ്. Are you with me? Today what we need most is the life for the soul. എൻ്റെ ആത്മാവ് ജീവിക്കണം എങ്കിൽ എൻ്റെ ബാക്കി എല്ലാം ദൈവം he will take care of. അതല്ലേ പൗലോസ് പറഞ്ഞേ, my God is able to supply all your needs according to his riches in Christ Jesus. അപ്പോൾ നമ്മൾ തേടുന്നതാണ് മത്തായിയുടെ സുവിശേഷം 6-33 വചനം പറയുന്നത് പോലെ, seek ye first the kingdom of God and his righteousness, and all that you need, your health, your finances, your relationships, your everything will be added unto you. Because my God is a God of abundance. സമൃദ്ധിയുടെ ഒരു ദൈവമാണ് എൻ്റെ ദൈവത്തിന്. ഒരു കുറവുമില്ല, അവൻ എല്ലാത്തിലും മതിയായ ഒരു ദൈവമാണ്. Are you with me? So today we need, ഏറ്റവും നമുക്ക് ആവശ്യമുള്ളത് ആ യേശുവിനെ സ്വന്തമാക്കുക. Possess the king and you possess the kingdom. Are you with me? Possess the king and you possess the kingdom. Hallelujah. 24 വചനം ഒന്ന് വായിച്ചേ, ലൂക്ക 5. എങ്കിലും ഭൂമിയിൽ പാപങ്ങൾ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അവന് രണ്ടാമത് ആവശ്യമുള്ള കാര്യമാണ് യേശു ക്രിസ്തു രണ്ടാമത് കൊടുത്തത്. ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം, അവൻ പാപമോചനം കൊടുത്തു. രണ്ടാമത് പറഞ്ഞു, നീ എൻ്റെ കിടക്ക എഴുന്നേറ്റ് നീ വീട്ടിലോട്ട് പോവുക എന്ന്. പ്രിയപ്പെട്ടവരെ, സഹോദര സഹോദരി, ഇന്ന് നമ്മൾക്ക് ഏറ്റവും മുഖ്യമായി വേണ്ടത് നമ്മളുടെ ആത്മാവിൻ്റെ ജീവനാണ്. നമ്മളുടെ ബാഹ്യമായ നമ്മൾ കാണുന്ന ഇന്ന് ഔട്ട്വേർഡായിട്ട് നമുക്ക് ചില കുറവുകളൊക്കെ ഉണ്ടെങ്കിലും ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അതൊക്കെ താൽക്കാലികമായാണ്. നമുക്കറിയാം, ഹെബ്രായരുടെ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, മോശ, he did not look at the temporary things of the world, അല്ലേ, the passing pleasures of sin, അതിനെക്കുറിച്ച് അവൻ നോക്കിയില്ല. കാരണം എന്താണ്? അതിൻ്റെ അപ്പുറേ അവൻ ദൈവത്തിൻ്റെ ഒരു വിശ്രമം കണ്ടിരുന്നു. ഇന്ന് നമ്മളും പ്രിയപ്പെട്ടവരെ, ഈ മരുഭൂമിയായ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഇവിടെ മരിച്ച് വീഴാനുള്ളവരല്ല. ദൈവത്തിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, ദൈവത്തെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ, തീർച്ചയായിട്ടും ആ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന ആ അനേക ലക്ഷങ്ങൾ മരുഭൂമിയിൽ വീണ് മരിച്ച് നശിച്ചു പോയതുപോലെ നമ്മളും മരിച്ചു പോകും. പക്ഷെ നമ്മൾക്ക് അതിനേക്കാൾ ഒരു പ്രത്യാശയുണ്ടെങ്കിൽ, ആ ദൈവം എനിക്ക് വാഗ്ദാനം ചെയ്ത ആ വിശ്രമത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ പറ്റും എന്നുള്ള ആ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ച് ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ആ ദൈവം വാഗ്ദാനം ചെയ്ത ആ വിശ്രമത്തിലേക്ക് എനിക്ക് പ്രവേശിക്കുവാൻ പറ്റുമെന്ന് വിശ്വസിച്ച് ജീവിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ആ കാലേബും ആ ജോഷുവയും എന്തുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് അക്കരെ പോയി അവിടെ ആ പ്രദേശം നമ്മൾക്ക് കൈയടക്കാമെന്ന് പറഞ്ഞത്? കാരണം അവർക്ക് എബ്രഹാമിന് കൊടുത്ത ഒരു ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം, ഒരു ഉടമ്പടി അവർക്ക് അറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ഉടമ്പടിയുണ്ട്. ദർ ഇസ് എ കവണന്റ്. ദൈവം അനുസരിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുവനും നശിച്ചു പോവുകയില്ല. He will be saved. Whosoever calleth upon the name of the Lord Jesus will be saved.
ടുഡേ നമുക്ക് വേണ്ടത് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. ബാക്കിയെല്ലാം ദൈവം നമ്മളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഹി വിൽ ഗിവ്. ഒരു അപ്പൻ എങ്ങനെ മക്കൾക്ക് കൊടുക്കുന്നു എന്ന് പോലെ തന്നെ തീർച്ചയായിട്ടും നമ്മളുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മൾക്ക് തരും. അതിനെ തേടി നടക്കേണ്ട ആവശ്യമില്ല. അതിനുപരി നിങ്ങൾ യേശുവിനെ തേടുക, ബാക്കിയെല്ലാം നിങ്ങളെ തേടി വരും. നിങ്ങളെ തേടി വരും. If you read the book of Deuteronomy, you will find the blessings will overtake you. എങ്ങനെയാണ് അനുഗ്രഹങ്ങൾ നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നത്? അത് നമ്മളുടെ പുറകെ വന്ന് നമ്മൾ ഓടുന്നതിനേക്കാൾ സ്പീഡിൽ ഓടിയാലല്ലേ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. Because it is seeking you. God's blessings will come seeking you. Seek ye first the kingdom of God and his righteousness, and all the things that you need will be added unto you. Hallelujah. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സത്യം ഇതാണ്. വിശ്വാസമല്ല കൃപയെ കൊണ്ടുവരുന്നത്. ഫെയ്ത്ത് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഗ്രേസ്. ഇത് മനസ്സിലാക്കേണ്ട വലിയൊരു ഇതാണ്. ഫെയ്ത്ത് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഗ്രേസ്. ഫെയ്ത്ത് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഗ്രേസ്. ഫെയ്ത്ത് ഈസ് എ വിൻഡോ ത്രൂ വിച്ച് ഗ്രേസ് കംസ് ഇൻ ടു യുവർ ലൈഫ്. Are you with me? There is a lot of difference. Faith does not produce grace, but faith is a window through which the grace of God comes into your life. കാരണം grace is unmerited favor of God. Are you with me? It is almost like, you can say, the sun. The sun gives light, the sun gives warmth. അത് നമുക്ക് സൂര്യൻ്റെ പ്രകാശവും സൂര്യൻ്റെ ചൂടും നമുക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഇരുട്ടുമുറിയിൽ വാതിലെല്ലാം അടച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുമോ? ഇല്ല. So faith is a window that you open so that the sun can shine and bring the light into your life. The light and the warmth of the grace of God. അപ്പോൾ നമ്മൾ വിശ്വാസം അല്ല കൃപ കൊണ്ടുവരുന്നത്. വിശ്വാസം കൃപ കൊണ്ടുവരുന്ന ഒരു കവാടം മാത്രമാണ്. ഒരു സ്വർഗ കവാടം. It is a window of heaven which opens grace into your life. പക്ഷെ അത് നമുക്ക് അതിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നീതി നമ്മൾ അറിയണം. ആ ദൈവത്തിൻ്റെ നീതി നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. Because it is an unmerited favor. Grace is an unmerited favor of God. 2 Corinthians 5:21 വചനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. He who knew no sin was made sin for us, that we might become the righteousness of God in him. പാപം അറിയാത്തവനെ അവൻ പാപമാക്കി. എന്തിനു വേണ്ടി? നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ നീതിയാകുവാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, ആ കുരിശേൽ നടന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ പാപങ്ങളും എൻ്റെ ശാപങ്ങളും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ രോഗങ്ങളും എനിക്ക് വിരോധമായ എല്ലാം, ഞാൻ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെ എനിക്കെതിരെയുള്ള ആ പിശാചുണ്ടാക്കിയ ലിസ്റ്റ് ഓഫ് ഒഫൻസസ്, ഇതെല്ലാം യേശു ക്രിസ്തു ആ കുരിശേൽ യേശുവിൻ്റെ കൂടെ തറച്ചു. അങ്ങനെ യേശു എനിക്ക് വേണ്ടി മരിക്കുകയും യേശുവിൻ്റെ ആ ജീവൻ എനിക്ക് പകർന്നു തരികയും ചെയ്യും. ദിസ് ഇസ് എ ഡിവൈൻ എക്സ്ചേഞ്ച് that took place at the cross at Calvary, where I was dead but I am now alive. Are you with me? അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് ആ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. റോമാർക്കുള്ള ലേഖനം 3-25 വചനം വായിക്കാം. Romans 3:25. അവൻ്റെ രക്തത്തിലുള്ള വിശ്വാസത്താൽ പാപപരിഹാരമുണ്ടാകുവാൻ ദൈവം അവനെ നിയോഗിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ ദീർഘക്ഷമയാൽ മുൻകാല പാപങ്ങൾക്ക് ശിക്ഷ നൽകാതെ അതിനാൽ തൻ്റെ നീതി പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെയാണ് നീതി? എങ്ങനെയാണ് പാപമോചനം? രക്തം ആണ്. സഹോദര സഹോദരി, നമുക്ക് പാപമോചനം കിട്ടുന്നത് നമ്മളുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല. പാപമോചനം പല വ്യക്തികളും തെറ്റായൊരറിവ്, എനിക്ക് പാപമോചനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പരിഹാരമായിട്ട് എന്തെങ്കിലും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പാപമോചനത്തിന് ചെയ്യേണ്ട ഒരു കാര്യം അത് 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു ചെയ്ത് കഴിഞ്ഞു. Are you with me? So you are saved, you are cleansed, you are forgiven by the blood of Jesus Christ. അടുത്ത വചനം വായിച്ചാൽ 26. താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവരെ താൻ നീതീകരിക്കുന്നുവെന്നും ഇക്കാലത്ത് വെളിപ്പെടുത്തുവാനാണ് ഇത് ചെയ്തത്. ഹല്ലേലൂയ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനുമാണെന്നും വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. That he is just and the justifier
of those who have faith in Jesus Christ. എന്തുകൊണ്ട് നീതിമാനാണ്? നീതിമാനാണെന്ന് എന്തുകൊണ്ട്? കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് പാപമോചനത്തിന് രക്തം ചിന്തണം. He did not want to lie, he did not want to do away with the law. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ നിയമം അസാധുവാക്കുവാനല്ല വന്നത്, അത് പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ്. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രക്തം ചിന്തണം. നീതീകരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മരിക്കേണ്ട ഒരു വ്യക്തിയാണ്, പക്ഷേ എന്നെ അവൻ്റെ രക്തം ചിന്തി എന്നെ നീതീകരിക്കുകയാണ്. So he is just and the justifier. He is just to keep the law. He is justifier because I could not keep the law. Are you with me? എനിക്ക് നിയമം പാലിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അവൻ എന്നെ നീതീകരിച്ചു. എങ്ങനെ? അവൻ മരിച്ചു. നിയമത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തു. Are you with me, my dear brother? Hallelujah. So this is a reconciliation that God wants us to understand what Jesus Christ did at the cross at Calvary. പിന്നെ ഫിലിപ്പിയർക്ക് 3:9 പറയുന്നുണ്ട്, and to be found in him, not having my own righteousness which is from the law, but that which is through faith in Christ, the righteousness which is from God by faith. നീതീകരിക്കണം. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും നീതി എന്താണ്? ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇറ്റ് ഇസ് ലൈക്ക് ഫിൽത്തി റാഗ്സ്. കൈക്കിലെ തുണി പോലെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും നീതി ദൈവത്തിന് മുമ്പിൽ. നമ്മൾ നീതീകരിക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ നീതി വഴിയാണ്. അപ്പോൾ നമ്മളുടെ സ്വന്തം നീതി, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ അതിന് ഒരു വിലയുമില്ല. കാരണം പല വ്യക്തികളും വിചാരിക്കുന്നത് ഞാൻ നല്ലൊരു ജീവിതം നയിച്ചാൽ തീർച്ചയായിട്ടും നയിക്കണം, നല്ല പ്രവൃത്തികൾ ചെയ്താൽ തീർച്ചയായിട്ടും ചെയ്യണം, സമൂഹത്തിൽ നല്ലൊരു പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല, കള്ളത്തരമൊന്നും ചെയ്യാതെ ആണെങ്കിൽ. അങ്ങനെ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മരിക്കുമ്പോൾ എൻ്റെ നിത്യത ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുമെന്ന്. അത് സഹോദരി, അത് തെറ്റായ ഒരു ചിന്തയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് എവ്രിവൺ ഹാസ് സിൻഡ് ആൻഡ് ഫാളൻ ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിൽ നിന്ന് വീണു പോയിരിക്കുക. അങ്ങനെ പാപം ചെയ്ത ഒരു വ്യക്തിക്ക് പാപമോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ രക്തം ചിന്തണം. Hallelujah. Are you with me? രക്തം ചിന്താതെ പാപമോചനമില്ല. പാപമോചനമില്ലെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടും. ശിക്ഷ എവിടെയാണ്? നിത്യ നരകത്തിലാണ്. അപ്പോൾ എനിക്ക് പാപമോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പ്രവൃത്തി കൊണ്ട് പാപമോചനം കിട്ടുകയില്ല, നല്ലൊരാളാകുന്നതുകൊണ്ട് പാപമോചനം കിട്ടുകയില്ല, നിയമം അനുസരിക്കുന്നതുകൊണ്ട് പാപമോചനം കിട്ടുകയില്ല. പാപമോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ രക്തം ചിന്തണം. ആ രക്തം ചിന്തിയ ഒരേ വ്യക്തിയുള്ളൂ, യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കീഴിൽ വരുമ്പോൾ ഞാൻ നല്ല വ്യക്തിയാണ്, നല്ല പ്രവൃത്തികൾ ചെയ്ത വ്യക്തിയാണ്, അതിൻ്റെ കൂടെ എനിക്ക് പാപമോചനം കൂടെ ഉണ്ട്. അങ്ങനെ പാപമോചനം ഉള്ളവർക്ക് യേശു ക്രിസ്തുവിൻ്റെ കൂടെ നിത്യത ചെലവഴിക്കാം. Hallelujah. Are you with me? അല്ലെങ്കിൽ അത് തെറ്റായ ഒരു പ്രബോധനമാണ്. പല വ്യക്തികളും വിശ്വാസികളാണ് എന്ന് പറയുന്ന പല വ്യക്തികൾക്കും ഈ സത്യം ഉൾക്കൊള്ളുവാൻ പറ്റുന്നില്ല. അവർ പറയുന്നത് നല്ല ജീവിതം നയിച്ചാൽ മതി, എങ്കിൽ തീർച്ചയായിട്ടും നിത്യത ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുമെന്ന്. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് ദ ഗോഡ് ഓഫ് ദിസ് വേൾഡ് എന്ന്. ചിലപ്പോൾ അങ്ങനത്തെ ഒരു ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാം, പക്ഷേ സർവശക്തനായ യഹോവയുടെയോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയോ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ആയിരിക്കുകയില്ല. ഇറ്റ് മേ ബി വിത്ത് ദ ഗോഡ് ഓഫ് ദിസ് വേൾഡ്. ഹല്ലേലൂയ. കാരണം നമ്മൾ മനസ്സിലാക്കണം, God punished sin on the body of Jesus Christ at the cross at Calvary. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും പാപം പിതാവായ ദൈവം നമ്മളിൽ നിന്ന് എടുത്ത് യേശു ക്രിസ്തുവിൽ ആയി. ദാറ്റ് ഇസ് വൈ യേശു ക്രിസ്തു പറഞ്ഞല്ലോ, മൈ ഗോഡ് വൈ ഹാസ് ദൗ ഫോർസേക്കൺ മീ. അല്ലേ? കാരണം ദൈവത്തിൻ്റെ the sin of the world would have been so great. പിതാവായ ദൈവത്തിന് ആ യേശു ആ മകനെ പോലും നോക്കുവാൻ പറ്റാത്ത തരത്തിൽ he would have turned his face away. That is a cross, that is a sacrifice that Jesus Christ made at the cross at Calvary. പിന്നെ കൊളോഷ്യൻസ് ലേഖനം 2-13-14 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം. കാരണം നേരത്തെ നമ്മൾ വായിച്ചു കേട്ടല്ലോ റോമാർക്കുള്ള ലേഖനത്തിൽ നിന്ന് all have sinned and fallen short of the glory of God. അപ്പോൾ എല്ലാവരും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെ എതിരും ഒരു ലിസ്റ്റുണ്ട്, നമ്മൾ ചെയ്ത കുറ്റങ്ങളുടെ ഒരു ലിസ്റ്റ്. കാരണം
നമ്മൾ അത് കാളയുടെയോ ആടിൻ്റെയോ രക്തം കൊണ്ട് ആ പാപമോചനം കിട്ടുന്നില്ല. ആ ലിസ്റ്റ് ഇപ്പോഴും അവിടെ ഉണ്ട്. Are you with me? Are you with me? ആ ലിസ്റ്റ് അവിടെ ഇപ്പോഴും ഉണ്ട്. കൊളോഷ്യൻസ് ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ ലിസ്റ്റും യേശുക്രിസ്തു എടുത്ത് യേശുവിൻ്റെ കുരിശേൽ തറച്ചു. വായിച്ചേ കൊളോഷ്യൻസ് 2:13-14. അതിക്രമങ്ങളിലും നിങ്ങളുടെ പരിച്ഛേദന ഏൽക്കാത്ത ജഡത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളെല്ലാം നമ്മോട് ക്ഷമിച്ചു. ചട്ടങ്ങളാൽ നമുക്കെതിരായിരുന്നതും പ്രതികൂലമായിരുന്നതുമായ കടങ്ങളുടെ ചീട്ട് മായ്ച്ചു കളയുകയും അതിനെ അവൻ ക്രൂശിൽ തറച്ച് നമ്മുടെ മധ്യേ നിന്ന് നീക്കിക്കളയുകയും ചെയ്തു. This is what he has done at the cross at Calvary. Hallelujah. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ആ ക്ഷമ നമുക്കത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റണം പ്രിയപ്പെട്ട. ഒന്നെങ്കിൽ നമ്മൾ ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സമൺ ഹസ്, ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആ ക്ഷമ, ദൈവത്തിൻ്റെ ആ കൃപ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ, ഒരു ഉദാഹരണം ഞാനൊരു ദേവദാസൻ പറയുന്നത് കേട്ടതാണ്. വിചാരിക്കുകയാണ്, സഹോദരൻ ഒരു ബാങ്കറാണല്ലോ, എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഒരു സേവിങ്സ് അക്കൗണ്ട്, 1000 രൂപ അവിടെ ഉണ്ട്. പിറ്റേ ദിവസം ഞാൻ ആ ബാങ്ക് അക്കൗണ്ടിലെ ആ പാസ്ബുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അവിടെ കിടക്കുന്നുണ്ട് ഒരു 10 ലക്ഷം രൂപയും കൂടെ. 10,10,000 രൂപ അവിടെ കിടക്കുക ബാങ്ക് അക്കൗണ്ടിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ ഇട്ടത് ആകെ 1000 രൂപയാണ്. ഞാൻ മന്ത് എൻഡിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ഫ്രഷ് ഡെപ്പോസിറ്റ് 10 ലക്ഷം രൂപ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മളുടെ മനോഭാവം എന്തായിരിക്കും? ചെന്ന് മാനേജരോട് ചോദിക്കുക. അത് ഓരോ തരത്തിൽ. ചില വ്യക്തികൾ എന്ത് ചെയ്യും? ചില വ്യക്തികൾ അത് ചിലവാക്കാൻ നോക്കും. വിചാരിച്ചോ ഇവിടെ അടുത്തുള്ള ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അവിടെയാണെന്ന് വിചാരിച്ചോ നമ്മളുടെ അക്കൗണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവർ ആദ്യം വിചാരിച്ചു ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചു കളയാം. അപ്പോൾ ഒരു 20,000 രൂപ വിഡ്രോ ചെയ്തൊരു ഫ്രിഡ്ജ് വാങ്ങിക്കും. പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ കൂടെ പോകുമ്പോഴൊക്കെ അവൻ അങ്ങോട്ട് നോക്കും. പേടിയാണ്, കാരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാരൻ ഇവനെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും അല്ലേ. അങ്ങനെ അവന് ഈ 10 ലക്ഷം രൂപ ഈ ബാങ്കിൽ എങ്ങനെ വന്നു എന്ന് അറിയാതെ ഇരിക്കുന്നോളത്തോളം കാലം അവൻ ആ ബാങ്ക് കാണുമ്പോഴും ബാങ്കിൻ്റെ അടുത്തുകൂടെ പോകുമ്പോഴൊക്കെ ഒരു ഭയവും അവനിങ്ങനെ ഒളിച്ചൊളിച്ച് നടക്കും. കാരണം അവനറിയാം അവൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കൃപയും യേശുക്രിസ്തു ആ കുരിശിൽ ചെയ്ത ആ പ്രവൃത്തി അറിയാത്ത ഒരു വ്യക്തി ഈ വ്യക്തിയോട് തുല്യമാണ്. കാരണം ദൈവം അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവനൊരു എല്ലാ കുറ്റബോധമാണ്. അവന് ആ 10 ലക്ഷം രൂപ നിക്ഷേപിച്ച വ്യക്തിയെക്കുറിച്ച് അവന് അറിഞ്ഞുകൂടാ. അപ്പോൾ അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അവൻ ഒരു തെറ്റായ പ്രവൃത്തി ചെയ്യുന്നത് പോലെയാണ്. ദാറ്റ് ഈസ് കോൺഷ്യൻസ് ഈസ് ആക്ച്വലി പ്രിക്കിംഗ് ഹിം. മറ്റൊരു വ്യക്തിയെ നോക്കുക, അവൻ പോയി ബാങ്ക് മാനേജറോട് ചോദിച്ചു ഈ 10 ലക്ഷം രൂപ എങ്ങനെയാണ് ഇവിടെ വന്നത്. ബാങ്ക് മാനേജർ പറയുകയാണ് ഇതൊരു വ്യക്തി ഡെപ്പോസിറ്റ് ചെയ്തതാണ്. പക്ഷേ ഞാൻ പറയുകയാണ് എനിക്ക് ഈ വ്യക്തി അറിഞ്ഞുകൂടാ. ബാങ്ക് മാനേജർ പറയുകയാണ് അറിയേണ്ട ആവശ്യമില്ല, ഇത് നിങ്ങളുടെ പേരിൽ ഇടാൻ പറഞ്ഞ് തന്നതാണ്. ആ അറിവ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ ഈ പൈസ ചിലവാക്കും? നിങ്ങൾ സന്തോഷത്തോടു കൂടി ഫ്രീ ആയിട്ട് ചിലവാക്കും. പ്രിയപ്പെട്ടവരെ, ഒരേ ബാങ്ക് അക്കൗണ്ടാണ്, പക്ഷെ നമ്മൾക്ക് നന്മ ചെയ്ത വ്യക്തിയെ അറിയാത്ത ഒരു വ്യക്തിയും മറ്റേ നന്മ ചെയ്ത വ്യക്തിയെ അറിയുന്ന ഒരു വ്യക്തിയും തമ്മിൽ മനോഭാവം വ്യത്യാസമുണ്ട്. സോ ഇറ്റ് ഇസ് ലൈക്ക് ദിസ്. യേശുക്രിസ്തു ആരാണെന്നും യേശുക്രിസ്തു എനിക്ക് വേണ്ടി ആ കുരിശിൽ ചെയ്ത പ്രവൃത്തി എന്താണെന്നും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം പ്രിയപ്പെട്ടവരെ ഈസ് സംതിങ് വിച്ച് ഇസ് ടോട്ടലി ഡിപ്പെൻഡൻ്റ് അപ്പോൺ ഗോഡ്. എൻ്റെ ജീവിതം ആ ബാങ്ക് അക്കൗണ്ട് ഡിപ്പെൻഡൻ്റ് ആണ്. അവിടെ നിന്ന് എനിക്ക് ആവശ്യമുള്ളത് അനുസരിച്ച് എനിക്ക് എഴുതിയെടുക്കാം. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് എനിക്കറിയാം. മറ്റത് എനിക്ക് കിട്ടുമ്പോഴൊക്കെ ഞാൻ കുറ്റബോധം കൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ ഫ്രിഡ്ജ് വാങ്ങിക്കുക കുറ്റബോധം, ഞാൻ കാറ് വാങ്ങിക്കുക കുറ്റബോധം അല്ലേ. അതേസമയത്ത് എന്നെ സ്നേഹിച്ച് എൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറുവാൻ അവിടെ ഒരു വ്യക്തി ഉണ്ട് എന്നറിയുമ്പോൾ എനിക്ക് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഞാൻ ആത്മധൈര്യത്തോടെയാണ് ചെയ്യുന്നത്. Are you with me?
It may be a little difficult to understand, but I want to tell you that, hallelujah, that it makes a tremendous difference. Knowing the grace and the love of God. അതെനിക്ക് അറിയാമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഹല്ലേലൂയ, ഇനി എല്ലാവരും പോയി നാളെ ബാങ്ക് അക്കൗണ്ടിൽ പോയി 10 ലക്ഷം രൂപ കിട്ടിയോ നോക്കുക. ഹല്ലേലൂയ. But I want to tell you that my God can do that. He can increase your wealth. He can increase your wealth. Hallelujah. Hallelujah. ദൈവം പറഞ്ഞിട്ടില്ലേ, ടെസ്റ്റ് മീ, മലാക്കായുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം പറഞ്ഞിട്ടില്ലേ, നീ എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിച്ച് നിങ്ങൾ ദൈവത്തെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ടെസ്റ്റ് ഗോഡ് ബൈ ലവിങ് ഹിം. Then you will find he will open the windows of heaven and pour out such blessings upon you that you will not have room to store it. എൻ്റെ വചനമല്ല, മലാക്കായി 3-ാമത്തെ അധ്യായം വായിച്ചാൽ മതി. ദൈവത്തെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. He wants you to be reconciled. He wants you to become a member of the household of God. Hallelujah. Hallelujah. കാരണം നമുക്കറിയാം, ദൈവം നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സാത്താൻ്റെ പിടിയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിച്ചതാണ്. We are precious. We are special in his hands. Say, I'm precious. Say, I'm special. Hallelujah. Hallelujah. സങ്കീർത്തനം 130 3-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളുടേതായ ഒരു നന്മയുമില്ല പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മളെ ക്ഷമിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാകാൻ പറ്റുന്നത്. നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ വചനം വന്നുണ്ട്, ആ ദൈവം നമ്മളെ ക്ഷമിച്ചതുകൊണ്ട് എഫിഷ്യൻസ് 2-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം പറയുന്നുണ്ട്, Now we both have access to the Father by one Spirit. അല്ലേ, നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ, ആ നിൽക്കുവാനുള്ള ഒരു കഴിവ് യേശുക്രിസ്തു കുരിശിൽ മരിച്ചതുകൊണ്ട് മാത്രമാണ്. സങ്കീർത്തനം 130:3-4 എന്ന് വായിക്കാം. യഹോവേ, നീ അകൃത്യങ്ങൾ ഓർമ്മ വെച്ചാൽ യഹോവേ ആര് നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മുടെ കടബാധ്യത മാറ്റുക മാത്രമല്ല, അവൻ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപവും ഇടുന്നവനാണ്. Hallelujah. He has not only cleared our debt, but he has also put a deposit. He wants to bless us. അവൻ നമ്മളുടെ പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല ചെയ്തത്, അവൻ നമ്മളെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അവൻ ആ പാരലൈസ്ഡ് ആൾക്ക് സൗഖ്യം കൊടുക്കുക മാത്രമല്ല, അവൻ പറഞ്ഞു, നീ യു ഗോ ഹോം. അല്ലേ, അവന് പാപമോചനം കൊടുക്കുക മാത്രമല്ല, അവന് സൗഖ്യം കൊടുക്കുകയും ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. പിന്നെ ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം അവസാനത്തെ ഒരു വചനം 7:40 മുതൽ 43 വരെ ഒന്ന് വായിക്കുക. ലൂക്ക 7:40-43. ശീമോനെ, നിന്നോട് ഒന്ന് പറയുവാനുണ്ട് എന്ന് യേശു പറഞ്ഞു. ഗുരു, പറഞ്ഞാലും എന്ന് അവൻ പറഞ്ഞു. വായ്പ കൊടുക്കുന്ന ഒരുവന് 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുവൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും അവന് കൊടുക്കുവാനുണ്ടായിരുന്നു. വായ്പ മടക്കി കൊടുക്കുവാൻ അവരുടെ പക്കൽ ഒന്നുമില്ലാതിരുന്നത് കൊണ്ട് അവൻ 2 പേരുടെയും കടം ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആര് അവനെ അധികം സ്നേഹിക്കും? അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശിമോൻ പറഞ്ഞു. അവൻ അവനോട്, നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിവിടെ കേട്ടതെന്താണ്? 2 പേർ ഒരു യജമാനോട് കടക്കാരായിരുന്നു. ഒരാൾ 50, നമ്മുടെ പറയുകയാണെ ഒരാൾ 50,000 രൂപയും മറ്റേ ആൾ 5 ലക്ഷം രൂപയും കടമുണ്ടായിരുന്നു. ആ യജമാനൻ 2 പേർക്കും ഇളവ് കൊടുത്തു. ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നത്? 5 ലക്ഷം ഇളവ് കിട്ടിയത്. അല്ലേ, സാധാരണ ഒരു പ്രിൻസിപ്പിളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾക്ക് യേശുവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഇതാണ്: ഞാൻ എത്ര വലിയൊരു പാപിയാണ് എന്നുള്ള അറിവില്ലായ. Are you with me? ഞാൻ എന്നെ തന്നെ നീതീകരിച്ച് എനിക്ക് പാപമൊന്നുമില്ല, യേശു ഒരു ചില്ലറ എൻ്റെ പാപങ്ങൾ മാത്രമേ മോചിപ്പിച്ചിട്ടുള്ളൂ എന്നുള്ള ആ അഹങ്കാരമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ പറ്റാതിരിക്കുന്നത്. അതേ സമയത്ത് ഞാനൊരു പാപിയാണ്, ഞാൻ പാപം ചെയ്ത് എനിക്ക് മരണശിക്ഷയ്ക്ക് വിധി എനിക്ക് കിട്ടേണ്ടതാണ്, എങ്കിലും അതിൽ നിന്നൊക്കെ യേശു ക്രിസ്തു മരിച്ച് എനിക്ക് മോചനം തന്നു. എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു. എൻ്റെ പാപങ്ങൾ വളരെ അധികമായിരുന്നു, എങ്കിലും അതെല്ലാം ക്ഷമിച്ചു എന്ന് അറിവുള്ളൊരു വ്യക്തി യേശുവിനെ അത്രയധികം സ്നേഹിക്കും. Are you with me? A person who is self-righteous is unable to love God because he is not able to understand the forgiveness, the intensity or the largeness of the forgiveness that he has got. At the same time, പാപിയാണെന്ന് ഏറ്റുപറഞ്ഞ് പാപിയാണെന്ന് മനസ്സിലാക്കി ആ ഒരു വ്യക്തിക്ക് ആ യേശുവിനെ അത്രയധികം സ്നേഹിക്കാൻ പറ്റും. കാരണം അവൻ്റെ പാപങ്ങൾ മുഴുവൻ
ആ യേശു ക്രിസ്തു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. സഹോദര സഹോദരി, സോ വൺ തിങ് ദാറ്റ് വി ഹാവ് ടു നോ ഇസ് ഹൗ മച്ച് ഗോഡ് ഹസ് ഫോർഗിവൻ us. സെക്കൻഡ് വി മസ്റ്റ് നോ ഇസ് ഹൗ മച്ച് ഹി ലവ്സ് us. ദൈവം നമ്മളെ എന്തുമാത്രം ക്ഷമിച്ചു എന്നും ദൈവം നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും നമ്മൾ ദൈവമായിട്ട് രമ്യപ്പെട്ട് ആ പിതാവിൻ്റെ ഭവനത്തിലേക്ക്, ആ ധൂർത്തപുത്രൻ എങ്ങനെ ഒരു തീരുമാനം എടുത്തു, ഞാൻ തിരികെ പോവുകയാണ്, ഞാൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ് എന്ന് ഒരു തീരുമാനം എടുക്കും. കാരണം അവനറിയാമായിരുന്നു അവൻ ആവേണ്ട സ്ഥലത്തല്ല അവൻ ഇരിക്കേണ്ടവിടത്തല്ല അവൻ ഇരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആ ധൂർത്തപുത്രൻ ആഗ്രഹിച്ചത് ആ പിതാവിൻ്റെ ഭവനത്തിൽ ഒരു വേലക്കാരനാകുവാൻ വേണ്ടിയാണ്. പക്ഷെ പിതാവ് ആഗ്രഹിച്ചത് ആ ധൂർത്തപുത്രനെ ഒരു മകനാക്കുവാൻ വേണ്ടിയാണ്. Are you with me? So God loves us much more than we can even imagine. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം എഫിഷ്യൻസ് ലേഖനത്തിൽ പറയുന്നത്, His love surpasses all human understanding. നമ്മളുടെ മനസ്സിന് ഗ്രഹിക്കാൻ പറ്റാത്ത തക്ക വിധത്തിൽ നമ്മളുടെ ദൈവം നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നവൻ. Be reconciled. Come back to the Father's house. If you are not given your life to Jesus, today is the day. Give your life to Jesus. നിങ്ങളുടെ ജീവിതങ്ങൾ യേശു ക്രിസ്തുവിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. That is the safest place that you can place your life. Are you with me? നമ്മൾക്ക് ഏറ്റവും സുരക്ഷിതമായി നമ്മുടെ ജീവിതം സമർപ്പിക്കുവാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, അത് ദൈവത്തിൻ്റെ കൈകളിലാണ്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത്, I will keep you in the palm of my hand, as the apple of my eye, and under the shadow of my wings. പ്രിയപ്പെട്ടവരെ, ഇതിലധികം സുരക്ഷിതമായ ഒരു സ്ഥലമില്ല. യേശുവിൻ്റെ കയ്യിൽ തന്നെ നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. I tell you, my dear brother, my dear sister, please be reconciled with God. Come back to the Father's house. He loves you so much, irrespective of what situation that you are in. നിങ്ങളുടെ അവസ്ഥയല്ല ദൈവം നോക്കുന്നത്, നിങ്ങളുടെ നന്മയല്ല ദൈവം നോക്കുന്നത്. ദൈവം നിങ്ങളെ അത്രയധികം സ്നേഹിച്ച് നിങ്ങളെ തിരികെ വരുവാനായിട്ട് ആ ധൂർത്തപുത്രൻ്റെ പിതാവ് എങ്ങനെ കാത്തിരുന്നു എന്ന പോലെ പിതാവായ ദൈവം, സഹോദര സഹോദരി, നിങ്ങളെ ഓരോരുത്തരെയും കാത്തു നിൽക്കുകയാണ്. കാരണം ആ ദൈവം നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്ന ദൈവമാണ്. യേശു ക്രിസ്തുവിനെ ഒരു ബലിയായിട്ട് അർപ്പിച്ച ദൈവമാണ്. കം ബാക്ക്, തിരികെ വരിക ടു ജീസസ്, ടു ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ്. ദൈവേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ വരിക. ഹല്ലേലൂയ.